ഫിഫ വേൾഡ് കപ്പ് കളിക്കുന്ന പ്ലെയേഴ്സിലെ കോടീശ്വരന്മാർ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. 2026 ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ഫുട്ബോൾ പ്ലെയേഴ്സിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണക്കാരനായിട്ടുള്ള പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യ 10 പ്ലെയേഴ്സിന്റെ ലിസ്റ്റാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒത്തിരി വീഡിയോസ് ഞാൻ പല ചാനലിലും കണ്ടായിരുന്നു. പക്ഷെ ആരും 2026 ജൂൺ മാസം വരെയുള്ള അപ്ഡേറ്റ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം 2025 വരെയുള്ള അപ്ഡേറ്റുകളാണ് പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൂഗിൾ സൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ 2026 വരെയുള്ള അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ പണക്കാരായിട്ടുള്ള 10 പ്ലെയേഴ്സിന്റെ ലിസ്റ്റാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. വേൾഡ് കപ്പിൽ നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണെന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന പോലെ 2026 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ പണക്കാരായിട്ടുള്ള പ്ലെയേഴ്സിന്റെ ലിസ്റ്റിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രസീലിന്റെ ഫോർവേഡ് ആയിട്ടുള്ള വിനീഷ്യസ് ജൂനിയർ ആണ്. അദ്ദേഹം ഏകദേശം 750 കോടി രൂപയാണ് വിനീഷ്യസ് ജൂനിയറിന്റെ ടോട്ടൽ ആസ്തി എന്ന് പറയുന്നത്. ദെൻ 9ാമത്തെ പേര് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന നോർവേ ടീമിലെ ഹാലൻഡ് ആണ്. ഹാലൻഡിന്റെ ടോട്ടൽ ആസ്തി എന്ന് പറയുന്നത് 830 കോടി രൂപയാണ്. ദെൻ അടുത്തതായിട്ട് അൾജീരിയയുടെ റിയാദ് ആണ് 8ാം സ്ഥാനത്ത് നിൽക്കുന്നത്. റിയാദിന്റെ ടോട്ടൽ ആസ്തി എന്ന് പറയുന്നത് 1040 കോടി രൂപയാണ്. 2026 ജൂൺ മാസം വരെയുള്ള അപ്ഡേറ്റ്. ദെൻ അടുത്തതായിട്ട് ബെൽജിയത്തിന്റെ കെവിൻ ആണ്. ബെൽജിയത്തിന്റെ കെവിൻ ഏകദേശം 1080 കോടി രൂപയാണ് ഇതുവരെ ടോട്ടലായിട്ട് സമ്പാദിച്ചിരിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് ഈജിപ്തിന്റെ മുഹമ്മദ് സല. ഈജിപ്തിലെ മുഹമ്മദ് സല ഇതുവരെയും സമ്പാദിച്ചിരിക്കുന്നത് ഏകദേശം 1900 കോടി രൂപയാണ്. ദെൻ അടുത്തതായിട്ട് ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ, ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹാരി കെയ്ൻ ഇതുവരെയും സമ്പാദിച്ചിരിക്കുന്നത് 1165 കോടി രൂപയാണ്. ദെൻ വേൾഡ് കപ്പിലെ പണക്കാരുടെ ലിസ്റ്റിൽ 4ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് കിലിയൻ എംബാപ്പെ ആണ്. ഫ്രാൻസ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള കിലിയൻ എംബാപ്പെ ഏകദേശം 2379 കോടി രൂപയാണ് ഇതുവരെ സമ്പാദിച്ചിട്ടുള്ളത്. ഇത് ടോട്ടൽ ആസ്തിയാണ് കേട്ടോ പുള്ളിയുടെ. ദെൻ അടുത്തതായിട്ട് 3ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ നമ്മുടെ ബ്രസീലിന്റെ സ്വന്തം നെയ്മർ ജൂനിയർ ആണ്. അദ്ദേഹം ഇതുവരെ സമ്പാദിച്ചിരിക്കുന്നത് 4300 കോടി രൂപയാണ് ടോട്ടൽ ആസ്തിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് ലിസ്റ്റിൽ 2ാം സ്ഥാനക്കാരൻ നമ്മുടെ ഫുട്ബോൾ പ്ലെയേഴ്സിൽ ആർക്കും പകരം വെക്കാൻ പറ്റാത്ത അർജന്റീനിയൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ലയണൽ മെസ്സിയാണ്. അദ്ദേഹം ഇതുവരെ 9400 കോടി രൂപയാണ് ടോട്ടലായിട്ട് സമ്പാദിച്ചിരിക്കുന്നത്. ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് സ്പോർട്സ് താരങ്ങളെ സംബന്ധിച്ച് തന്നെ ഏറ്റവും കൂടുതൽ പണം വാങ്ങുന്ന ലോകത്തിൽ തന്നെ 2ാമത്തെ വ്യക്തിയാണ് മെസ്സി. അപ്പോൾ അദ്ദേഹത്തിന്റെ ടോട്ടൽ ആസ്തി എന്ന് പറയുന്നത് 9400 കോടി രൂപയാണ്. ദെൻ അടുത്തതായിട്ട് ഫിഫ വേൾഡ് കപ്പിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ പ്ലെയേഴ്സിൽ ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചിരിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. പോർച്ചുഗൽ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ എക്കാലത്തും ഏറ്റവും കൂടുതൽ പണം തന്റെ പേയ്മെന്റ് ആയിട്ട് വാങ്ങുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ തന്നെയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഏകദേശം 11,920 കോടി രൂപയാണ് ഇതുവരെയും സമ്പാദിച്ചിരിക്കുന്നത്. ഇത് ഗൂഗിൾ സൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 2026 ജൂൺ മാസം വരെയുള്ള അപ്ഡേറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ടോട്ടൽ പ്ലെയേഴ്സ് വിനീഷ്യസ് ജൂനിയർ, ഹാലൻഡിന്റെ പേര് പറഞ്ഞു, റിയാദ്, കെവിൻ, ദെൻ മുഹമ്മദ് സല, ഹാരി കെയ്ൻ, എംബാപ്പെ, നെയ്മർ ജൂനിയർ, മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ 10 പ്ലെയേഴ്സ് ആണ് ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് കളിക്കുന്നതിൽ ഏറ്റവും വലിയ പണക്കാർ അല്ലെങ്കിൽ ഏറ്റവും വലിയ കോടീശ്വരന്മാർ. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും 2025 വരെയുള്ള അപ്ഡേറ്റുകളാണ് പറഞ്ഞത്. ഇത് 2026 ജൂൺ മാസം വരെ ഇവർ സമ്പാദിച്ച ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഇവര് ഫുട്ബോൾ കളിച്ച് മാത്രം തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ള തുകകളൊന്നുമല്ല. ഈ പറയുന്ന പ്രൊമോഷൻസ്, ഇവരുടെ ബിസിനസ് അസറ്റുകൾ, അതുപോലെ ഇവരുടെ വാഹനങ്ങൾ, ഇവർ ഉപയോഗിക്കുന്ന ഇവരുടേതായിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് കണക്കുകളാണ് ഗൂഗിൾ സൈറ്റുകൾ 2026 ജൂൺ മാസം വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ആരാണെന്നും ഏറ്റവും ഫേവറേറ്റ് ടീം ഏതാണെന്നും 2026 വേൾഡ് കപ്പ് ആര് തൂക്കുമെന്നും താഴെ കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്